2026 വർഷഫലം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് 11ലാണ് ശനീശ്വരം വന്ന് നിൽക്കുന്നത്. വ്യാഴൻ 2ലുമാണ്. അപ്പോൾ പൊതുവെ നല്ലൊരു ഫലങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമ്മുടെ വ്യാഴം 3-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതും കർക്കിടക രാശിയാണ്, ഉച്ചരാശിയാണ്. വ്യാഴത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യാഴമാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ അതൊരു 3-ാം ഭാവമായി വരുമ്പോൾ നമുക്ക് മനസ്സിനെ അലട്ടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഭാഗം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്നൊരു ഓഹരി കിട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത്തിരി ബ്ലോക്ക് വരും. ശനീശ്വരൻ നല്ലതാണ്. പിന്നെ 10-ാം ഭാവത്തിൽ രാഹു ഉണ്ട് ഇവർക്ക്. ആ രാഹു കർമ്മമേഖല പതുക്കെയാണെങ്കിലും 11ലെ ശനി നമുക്ക് നല്ലതാണ് തരുന്നത്. അപ്പോൾ 11ൻ്റെയും 10ൻ്റെയും അധിപതിയാണ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം അതും ഏറ്റവും നല്ലതാണ് ഇടവക്കൂറായ രോഹിണി നക്ഷത്രക്കാർ. അപ്പം ആ നക്ഷത്രക്കാരുടെ കുട്ടികളാണെങ്കിലും അവരുടേതായിട്ടുള്ള ഇപ്പോൾ 4-ാം ഭാവത്തിലെ ചിങ്ങത്തിലാണ് അവർക്ക് കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ കേതു വരുമ്പോൾ ഈ വ്യാഴത്തിന്റെ മാറ്റങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും തറവാട്ടുപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചെറിയ ചെറിയ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഒരു ഫലമാണ്. ജൂൺ മാസം കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വരുന്നത്. അതുവരെയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിക്കും ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.